വലിയ കാര്യങ്ങളിലൊന്നും നമ്മൾ വ്യാപരിക്കേണ്ട. ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ആ വ്യാപരിക്കുന്ന കാര്യങ്ങൾ ദൈവമഹത്വത്തെ ഇങ്ങനെ മുന്നിൽ കണ്ടുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നതെല്ലാം യഥാർത്ഥ ആരാധനയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് ദൈവത്തെ ജീവിതം കൊണ്ട് ആരാധിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന ഒരു ദൈവ പൈതലിൽ സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. ആ വ്യക്തികളിലൂടെയും ആ സാഹചര്യങ്ങളിലൂടെയും ഒക്കെ സ്വർഗത്തിന്റെ കൃപ വർഷിക്കപ്പെടുന്നതിന് കാരണം ആ വ്യക്തി സ്വർഗത്തോട് ചേർന്ന് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുക. സ്വർഗഭൂമിയിലേക്ക് ഇറങ്ങുന്ന സമയമാണ് ആരാധനയുടെ നിമിഷങ്ങൾ. നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ നിന്റെ കുടുംബത്തിൽ നീ ദൈവത്തെ ആര് ദൈവത്തെ ആരാധിക്കാനല്ലേ നിന്റെ വീട്? നീ മാത്രമേ ഈ അല്പമെങ്കിലും ആത്മീയ ബോധ്യമുള്ളൂ. നീ ഭയപ്പെടേണ്ട, നീ വിഷമിക്കേണ്ട. നീ നിന്റെ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നിന്നിൽ സ്വർഗം ഇറങ്ങുകയാണ്. നിന്നിൽ സ്വർഗത്തിന്റെ സാന്നിധ്യം ഇറങ്ങുകയാണ്. അപ്പൊ നിന്റെ ഭവനത്തിലേക്ക് സ്വർഗത്തിന്റെ സാന്നിധ്യം ഇറങ്ങാൻ നീ മൂലം അത് കാരണമായി തീരുമെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമ്മൾ ദൈവാരാധന പഠിക്കണം, ദൈവത്തെ സ്തുതിക്കാൻ പഠിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്താൻ പഠിക്കണം, ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ നിരന്തരം ജീവിതം തന്നെ ദൈവാരാധനയാക്കി മാറ്റാൻ പഠിക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാനം കാണുന്നതാണെന്നറിയാമോ? നമ്മളിലൂടെ സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി. ഇതൊരു അനുഭവമാണ്. ഈ ഒരു അനുഭവത്തിലാണ് സ്വർഗം നമ്മളിങ്ങനെ കൈപിടിച്ച് നടക്കുന്നത്. ഈ അനുഭവത്തിൽ നിന്ന് പുറകോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം ഒരു ഭയങ്കരമായ അസ്വസ്ഥതയുടെ, ഭാരത്തിന്റെ, സംഘർഷങ്ങളുടെ, അതിനേക്കാളപ്പുറം നമ്മളിങ്ങനെ ഭാരപ്പെടുത്തുന്ന ഒരു ജീവിതമായിട്ട് നമ്മുടെ ജീവിതം മാറും. പക്ഷെ ഒരു ആത്മീയ സ്വാതന്ത്ര്യത്തിൽ നിനക്ക് ജീവിക്കണോ? നീ വേറെ ഒന്നും ചെയ്യണ്ട, നിരന്തരം ദൈവത്തെ ആരാധിക്കുക. പ്രകൃതിയോട് ചേർന്നില്ല. ഈ ലോകത്തിന് ദൂരെ ദൈവമക്കൾ നമ്മുടെ ഈ ശുശ്രൂഷയുടെ സമയത്ത് നമ്മൾ ആലോചിച്ച് നോക്കി. ലോകത്തിന്റെ ഏതെല്ലാം കോണുകളിലിരുന്ന്, ഏതെല്ലാം വീടുകളിലിരുന്ന് എത്രയോ ദൈവമക്കള് ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്തത്ര ദൈവമക്കള് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയം അത്. ഇപ്പൊ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് നമ്മുടെ ആരാധന വരും, നമ്മൾ വിചാരിക്കും നമ്മൾ ഒറ്റയ്ക്കെന്നല്ല. എവിടെയൊക്കെ ലോകത്തിൽ ഈ സമയത്ത് ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ ആ ആരാധന സമൂഹത്തോട് മുഴുവനുമാണ് നമ്മൾ ഐക്യപ്പെട്ടുകൊണ്ട് സ്വർഗത്തിന്റെ സാന്നിധ്യം ഈ ഭൂമിയിലേക്ക് വിളിച്ചിറങ്ങുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ദൈവാരാധന, ദൈവസ്തുതിയെ ഒക്കെ നമ്മൾ ഒത്തിരി ഉയർത്തിപ്പിടിക്കുന്നതിന് കാരണം അത് സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങുന്ന സമയമാണ്. നിരന്തരം പുലർത്തേണ്ട ഒരു മനോഭാവമായിട്ട് മാറും എന്ത്? ദൈവാരാധന, ദൈവസ്തുതി. ഇന്ന സമയത്ത് ദൈവത്തെ ആരാധിക്കണം, ഇന്ന സമയത്ത് ദൈവത്തെ ഒന്നുമല്ല. ജീവിതം 24/7 ദൈവാരാധനയായി നിന്റെ ജീവിതം മാറ്റപ്പെടുമ്പോ നിന്നിൽ സ്വർഗം നിരന്തരം നിറഞ്ഞു നിൽക്കുകയാണെന്ന് നീ അറിയണം. കാരണം നീ ദൈവത്തെ നിരന്തരം ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പാഠം നമ്മൾ പഠിച്ചാൽ എനിക്കൊന്ന് ഇത് ബാലപാഠമാണ്. എന്ത് ആത്മീയതയുണ്ട് ബാലപാഠമായിട്ട് എടുക്കുക. എന്ത്? നിരന്തരം ദൈവത്തെ ആരാധിക്കുക. എന്ത് പ്രശ്നം വരുമ്പോഴും നീ ദൈവത്തെ ആരാധിക്കുക. പ്രതിസന്ധികളുടെ നടുവിൽ ദൈവത്തെ ആരാധിക്കുക. സങ്കടങ്ങളുടെ നടുവിൽ ദൈവത്തെ ആരാധിക്കുക. തടസ്സങ്ങളുടെ നടുവിൽ ദൈവത്തെ ആരാധിക്കുക. വേദനകളുടെ നടുവിൽ, ഒറ്റപ്പെടലിന്റെ നടുവിൽ നീ ദൈവത്തെ ആരാധിക്കുക. തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ നീ ദൈവത്തെ ആരാധിക്കുക. കുറ്റമാരോപിക്കപ്പെടുമ്പോൾ നീ ദൈവത്തെ ആരാധിക്കുക. നിന്നെ ആരും ഗണിക്കാതിരിക്കുമ്പോൾ, നീ അവഗണിക്കപ്പെടുമ്പോൾ നീ ദൈവത്തെ ആരാധിക്കുക. ഇത് നിന്റെ ജീവിതത്തിന്റെ മനോഭാവമായിട്ട് ഈ ആരാധന മാറട്ടെ. അവിടെയാണ് സ്വർഗം നിന്നിൽ പ്രവർത്തിക്കുന്ന അനുഭവം നിനക്കുണ്ടാകുന്നത്. അതല്ലെങ്കിൽ എങ്ങനെയെന്നറിയാവോ? നമ്മൾ ഈ ഭൂമിയിൽ കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. നിരന്തരം വ്യാപരിക്കുന്ന വിഷയങ്ങൾ നമ്മൾ നിരന്തരം അലട്ടിക്കൊണ്ടിരിക്കും. ചുറ്റുപാടിന്റെ പലതും നമ്മളിങ്ങനെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കും, അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോ ഒരു ദിവസത്തില് 24 മണിക്കൂറില് 20 മണിക്കൂറും നമ്മളെ ലോകം ഇങ്ങനെ വരിഞ്ഞു മുറുക്കും. ഒരു അരമണിക്കൂർ സമയമായിരിക്കും നമ്മൾ ആത്മാവിൽ വലിയ കൃപയിലും അഭിഷേകത്തിലും പ്രാർത്ഥനയിലും ഒക്കെ ദൈവത്തോട് ഐക്യപ്പെട്ടിരിക്കുന്ന സമയം. ബാക്കിയുള്ള സമയം ലോകത്തോട് ബന്ധപ്പെട്ടും ഐക്യപ്പെട്ടായിരിക്കുന്നത്. അതിൽ നിന്നും പുറത്തു വരാൻ ഏറ്റവും എളുപ്പവഴിയാണെന്നറിയാമോ? ജീവിതം ആരാധനയാക്കി